ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, നമുക്ക് വാട്ടർ മെലൺ ഫെറ്റ ചീസ് സാലഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓൾറെഡി സവാള ആപ്പിൾ സൈഡർ വിനീഗറിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു മീഡിയം സൈസ് സവാളയുടെ കാൽഭാഗം മതിയാവും. അത് വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചതാണ്. ആപ്പിൾ സൈഡർ വിനീഗറിലാണ് ഞാൻ ഇപ്പോൾ സോക്ക് ചെയ്ത് വെച്ചത്. ഇതിപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റ്സ് ആയിട്ടുണ്ട് സോക്ക് ചെയ്തത്. ഇനി ഒരു 5 മിനിറ്റ് കൂടെ വെക്കണം. അതായത് മൊത്തത്തിൽ ഒരു 30 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെക്കണം. ആപ്പിൾ സൈഡർ വിനീഗർ ഏകദേശം ഒരു 2 ടീസ്പൂൺ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വാട്ടർ മെലൺ. തണ്ണിമത്തൻ സാലഡാണോ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ തണ്ണിമത്തൻ വേണം. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 കപ്പ് കട്ട് ചെയ്തിട്ട് 2 കപ്പാണ് എടുത്തത്. കട്ട് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതാണ്. അപ്പോൾ കഴിക്കുമ്പോൾ നമുക്ക് ആ തണുത്ത ചൂടുകാലത്ത് പറ്റിയ സാലഡാണ്. അപ്പോൾ തണുപ്പ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇപ്പോൾ ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കാണിക്കാൻ വേണ്ടി പുറത്തെടുത്തതാണ്. ഇനി നമുക്ക് വേണ്ടത് മല്ലിയിലയും പുതിനയും വേണം. ഞാനൊരു 10-15 ഇല പുതിന ഇലയും കുറച്ച് മല്ലിയിലയും എടുത്തിട്ടുണ്ട്. മല്ലിയില കട്ട് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വരുമായിരിക്കും. മിൻറ്റ് ലീവ്സും ഏകദേശം ഒരു 2-3 ടീസ്പൂൺ വരും. 2 ടീസ്പൂൺ വരുമായിരിക്കും. അപ്പോൾ വളരെ ചെറുതായി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അത് തണ്ണിമത്തനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. തണ്ണിമത്തനിൽ ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. വെറും തണ്ണിമത്തൻ മാത്രമേ ഉള്ളൂ. ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതിലോട്ട് ഈ മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഫെറ്റ ചീസ്. ഇതൊരു ടൈപ്പ് ഓഫ് ചീസാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെയാണെന്ന്. അപ്പം ഞാൻ ഇപ്പോൾ ഇതിലേക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മതിയാവും. കാരണം ഫെറ്റ ചീസിൽ ഉപ്പുണ്ട്. ഭയങ്കര സാൾട്ടി ചീസാണ്. അതുകൊണ്ട് 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഫെറ്റ ചീസാണ്. ഞാനിപ്പോൾ ഓൾറെഡി ആഡ് ചെയ്താൽ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫെറ്റ ചീസ്. ഭയങ്കര ക്രീമിയാണ്. നമ്മുടെ പനീര് മാതിരി ഇരിക്കും കാണാൻ, പക്ഷേ കുറച്ചുകൂടെ സോഫ്റ്റാണ്, ക്രീമിയാണ്. ടേസ്റ്റ് ഭയങ്കര സോൾട്ടിയാണ്. അത് ഭയങ്കര ഉപ്പ് ടേസ്റ്റാണ് വരുന്നത്. പക്ഷെ നല്ല ക്രീമാണ്. അത് ഞാനിപ്പോൾ നമ്മുടെ പനീരെല്ലാം ക്രംബിൾ ചെയ്യുന്ന മാതിരി ഫെറ്റ ചീസ് ഒന്ന് ക്രംബിൾ ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യേണ്ടത്, അപ്പോൾ ഞാനിപ്പോൾ അത് ഏകദേശം ഫെറ്റ ചീസ് ഇപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ സോക്ക് ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ, അതും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആപ്പിൾ സൈഡർ വിനീഗറിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ആപ്പിൾ സൈഡർ വിനീഗറും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇതാണ് നമ്മുടെ ഡ്രസ്സിങ്. ഇതൊക്കെയാണ്, അതായത് ആ പെപ്പർ പൗഡർ, ഈ ആപ്പിൾ സൈഡർ വിനീഗർ, പിന്നെ നമുക്ക് വേണ്ടത് ഹണി വേണം. ഇതാണ് നമ്മുടെ ഡ്രസ്സിങ്. അപ്പം ഇതിലോട്ട് ഞാൻ സവാള ആഡ് ചെയ്തു. ആ ജ്യൂസോട് കൂടെ തന്നെയാണ് ആഡ് ചെയ്തത്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രസ്സിങ്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, അതായത് ഒന്ന് ടോസ് ചെയ്തെടുക്കുക. ടോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാലഡാണ്. ചൂടുകാലത്ത് പറ്റിയ സാലഡാണ്. തണ്ണിമത്തൻ സോൾട്ടി ഫ്ലേവർ വരും ആ ഫെറ്റ ചീസെന്ന്. പിന്നെ ഹണിയുടെ ടേസ്റ്റ്, പെപ്പർ പൗഡർ എല്ലാം വരും. നമ്മൾ 1/4 ടീസ്പൂൺ പെപ്പർ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ടേസ്റ്റ് നല്ലോണം വരും. പിന്നെ അല്ലാതെയുള്ള നമ്മുടെ മിൻറ്റ് ലീവ്സിൻ്റെയും കൊറിയാൻഡർ ലീവ്സിൻ്റെയും ഒക്കെ ടേസ്റ്റ് വരും. അപ്പോൾ നന്നായി ഒന്ന് ടോസ് ചെയ്ത് കൊടുക്കുക. എല്ലാവിടേക്കും ആ ഹണിയും പെപ്പറും ഫെറ്റ ചീസും ഒക്കെ എന്നെത്തണം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത് കൊടുക്കുക. സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ടേസ്റ്റ് ചെയ്യാൻ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം ഞാൻ ഒരു പ്ലേറ്റ് എടുത്തിട്ട് വന്നിട്ട് അതിലോട്ട് ആക്കി കൊടുക്കുകയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. 2 കപ്പ് തണ്ണിമത്തൻ, ഒരു മീഡിയം സൈസ് സവാളയുടെ ഒരു 1/4 ഭാഗം സവാള ഞാൻ 2 ടീസ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗറിൽ സോക്ക് ചെയ്തു. 1 ടീസ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ പെപ്പർ, പിന്നെ നമുക്ക് വേണ്ടത് 2 ടീസ്പൂൺ മിൻറ്റ് ലീവ്സ്, 2 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ ലീവ്സ്, ഫെറ്റ ചീസ് അതും ഏകദേശം 1 ടേബിൾ സ്പൂൺ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം ടോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് റെഡിയാവും. കണ്ടില്ലേ, വളരെ ഈസിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ എന്നിട്ട് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.